വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയൊക്കെ തോർന്നതുകൊണ്ട് നല്ല തണുപ്പായിരുന്നേ. ആ സമയത്ത് നല്ല ചൂട് ചായ അതിൻ്റെ കൂടെ ചൂട് ബ്രെഡ് ഓംലേറ്റും കൂടി കഴിച്ച് എങ്ങനെയായിരിക്കും, സൂപ്പറായിരിക്കും അല്ലേ. ഒന്ന് നോക്കിയല്ലേ, ഏട്ടനോട് മുട്ട മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ബ്രെഡ് ഇവിടെ ഓൾറെഡി സ്റ്റോക്കായിരുന്നു. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രെഡ് എപ്പോഴും സ്റ്റോക്കായിരിക്കും. ഏട്ടന് ബ്രെഡും ബട്ടറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബ്രെഡ് മിക്കപ്പോഴും ഇവിടെ മേടിച്ച് വെക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ മുട്ട ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എനിക്കിവിടെ ദോശക്കല്ല് കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ഓൾറെഡി ഇത് പരന്ന് വരും. അതുകൊണ്ട് പിന്നെ പരത്തേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ 2 ബ്രെഡും വെച്ചിട്ട് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ തിരിച്ചിട്ട് കൊടുത്താൽ ബ്രെഡ് വിളയെ കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് മടക്കി എടുത്തിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നുകൂടി മടക്കിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാമേ. പ്ലേറ്റിലോട്ട് മാറ്റുന്ന സമയത്ത് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭംഗി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി സൈഡിലായിട്ട് ഒഴിക്കുന്നു. ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസും കൂടി സൈഡിലോട്ട് ഒഴിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ചായ ഇട്ട് നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഓംലേറ്റും ചൂട് ചായയും പിന്നെ ടൊമാറ്റോ സോസിൽ മുക്കിയാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.